കുട്ടികൃഷ്ണ, എന്താണ് ഭാഗവതത്തിലെ ശ്രീമതി രാധാറാണിയെ കുറിച്ച് പറയാത്തെ? എന്താണ് രാധാറാണിയുടെ മാഹാത്മ്യം? ഭാഗവതത്തിലേക്ക് വരുമ്പോ ഭാഗവതം പാരായണം ചെയ്യുന്ന ശുഗബ്രഹ്മർഷി ശുദ്ധനായ രാധാഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവജന്മം എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ രാധാറാണിയുടെ ശുഗ എന്ന പേരുള്ള തത്തയായിരുന്നു. അദ്ദേഹം രാധാറാണിയെ സ്മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധിയിലേക്ക് പോകും. പരീക്ഷിത്ത് മഹാരാജാവിനെ 7 ദിവസം കൊണ്ട് ഭാഗവത കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് മോക്ഷത്തിലേക്ക് എത്തിക്കണമല്ലോ. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് ഭാഗവതത്തിലെ രാധാറാണിയെ പ്രത്യക്ഷമായി പരാമർശിക്കുന്നില്ല. എങ്കിലും കണ്ണന്റെ പ്രിയപ്പെട്ട ഗോപികമാരിൽ കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ രാധിക എന്നുള്ള പേരിലൊക്കെ ഭാഗവതത്തിലെ രാധാറാണിയെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. എന്താണ് രാധാദേവിയുടെ മാഹാത്മ്യം? ത്വം മേ പ്രാണാധികാരാധേ പ്രേയസി ചമരാനനേ യഥാ ത്വം ച തദാഹം ച ഭേദോപീനാവയോ ധ്രുവം. ഇത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ശ്ലോകമാണ്. ഭഗവാൻ കൃഷ്ണൻ പറയാണ്, രാധേ, നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ്. നീ എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഞാൻ. നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുക. ഭഗവാൻ പൂർണ്ണനാകുന്നത് എപ്പോഴാണ്? രാധയിലൂടെയാണ്. നമ്മുടെ ഉള്ളില് ആ കൃഷ്ണപ്രേമം, കൃഷ്ണ ചൈതന്യമാണ് ശ്രീമതി രാധാറാണി. അഖിലാണ്ടുകൂടി ബ്രഹ്മാണ്ടനാഥനാണ് ഭഗവാൻ. നമ്മളെല്ലാം ഭഗവാന്റെ പാദസേവ ചെയ്യാൻ വേണ്ടി തൽപരരാകുമ്പോ ഭഗവാൻ ആരുടെ പാദസേവനത്തിനാണ് മുഴുകുക? ശ്രീമതി രാധാറാണിയുടെ.